പണ്ടൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഞാനും കൺമണിയും കൂടിയിട്ട് വലിയൊരു പൂക്കളൊക്കെ പ്ലാൻ ചെയ്യും. നമ്മൾ ഡിസൈനൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ കിട്ടുന്ന പൂവ് എടുത്തിട്ട് എന്തെങ്കിലും വട്ടം വട്ടം ഇടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തവണ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നി. ഞാൻ ആ ചെറിയ പൂക്കളിട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ അവന് ഫീഡ് ചെയ്തിട്ട് അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു പൂക്കളിടലായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് ഇത്തവണ ഓണത്തിന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതും കൺമണീനെയായിരുന്നു. അവൾക്കും ഇത്തവണ അവളുടെ ഹൗസ് ഏജൻസി ടൈമാണ്, അപ്പോൾ അവൾക്ക് എന്തായാലും വരാൻ പറ്റില്ല. ബേബിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പൂക്കളിടലും ഒക്കെ കാണാനായിട്ട്. അമ്മയാണ് ഇതിൻ്റെ ബാക്കിലെ ക്യാമറാമാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിലെ നീഷിലൊക്കെ കുറച്ച് പൂവൊക്കെ വെച്ച് കുറച്ച് നേരം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ഈ വീടിൻ്റെ ഒരു ആൻറ്റിക് ലുക്കിന് ഈ പൂവൊക്കെ നല്ലോണം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഡോറിൽ നമ്മളൊരു പൂമാലയും കൊണ്ടിട്ടു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമുക്ക് രാവിലെ തൊട്ട് മട്ടനായിരുന്നു, മട്ടനും അപ്പവും. പിന്നെ അമ്മ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓണത്തിൻ്റെ ഡേ ഇങ്ങനെയാണ് നമ്മളായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങളൊക്കെ ഓണം അടിച്ചു